ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാനമുള്ള ഒരു കാര്യമാണ്. ഇത് ഗോവർദ്ധൻ്റെ ജൂവലറിയിലെ 320 ഗ്രാം അവസാനിക്കേണ്ട ഒരു കാര്യമല്ല. ഇതിൻ്റെ പിന്നിൽ വലിയ ശക്തികളുണ്ട്, വലിയ മാഫിയകളുണ്ട്. അതിൻ്റെ ഒരു കണ്ണിയാണ് നമ്മളീ പറഞ്ഞ ഡി മണി. ഇപ്പം ഡി മണി പറയുന്നത് ഞാൻ ഡി മണിയല്ലെന്ന്, ഇപ്പം എല്ലാവരും പറയുന്നത് ഇതാണ് ഡി മണിയെന്ന്. അപ്പം ഒരിക്കലും ഒരു കുറ്റവാളി താൻ കുറ്റമൊക്കെ ചെയ്തു എന്ന് സമ്മതിക്കാറില്ല. ഒരു കുറ്റവാളിയും താൻ ചെയ്ത കുറ്റങ്ങൾ ആരുടെ മുമ്പിലും ഏറ്റുപറയാറില്ല. ആ നിയമത്തിൻ്റെ മുമ്പിൽ മാത്രമേ തെളിയിക്കേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് ഡി മണിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും SIT അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരന്വേഷിക്കണം, യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. ഈ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് കേന്ദ്രങ്ങളെ, അതിൻ്റെ തട്ടിപ്പുകാരെ രംഗത്ത് കൊണ്ടുവരണം. കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരും.